നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ യുണൈറ്റഡിൽ നിന്ന് ഒരു മധ്യനിര താരം പുറത്തേക്ക് പോവുകയാണ്. അക്കാര്യം ഉറപ്പായി കഴിഞ്ഞു. ലോണിലാണ് താരം പോകുന്നത്, മറ്റാരുമല്ല ഡോണി വാൻ ഡി ബീക്ക് യുണൈറ്റഡിൽ നിന്നും പുറത്തേക്ക്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയോടുകൂടി യുണൈറ്റഡിലേക്ക് എത്തിയിട്ട് അതിനുള്ള അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒടുവിൽ അദ്ദേഹം അവിടം വിട്ട് ലോണിൽ പുറത്തേക്ക് പോവുകയാണ്. ഇതിനിടയ്ക്കും അദ്ദേഹം ലോണിൽ പുറത്തു പോയിട്ടുണ്ട്. ഏതായാലും ഇത്തവണ പോകുന്നത് ജർമ്മനിയിലേക്കാണ്. ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിലേക്ക് അദ്ദേഹം പോകുന്നു. വെർബൽ എഗ്രിമെൻറ്റിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു എന്ന് ഫബ്രീസിയോ റൊമാനോ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ സ്ഥിരീകരിച്ച് പറയുന്നുണ്ട്. ഏതായാലും ലോൺ ഡീലാണ് ജൂൺ മാസം വരെ, അതായത് ഈ സീസണിൻ്റെ അവസാനം വരെയുള്ള ലോൺ ഡീലാണ് നടക്കാൻ പോകുന്നത്. 15 മില്യൺ യൂറോയുടെ ഒരു പാക്കേജ്, ബൈയിങ് ഓപ്ഷൻ കൂടി അതിലുണ്ട് എന്ന് ഫബ്രീസിയോ റൊമാനോ പറയുന്നു. ഏതായാലും ബൈയിങ് ഓപ്ഷൻ അതിൽ ഉൾപ്പെടുന്നു. ആഡ് ഓൺസ് ഇൻക്ലൂഡഡ് ആണ്, പക്ഷേ മാൻഡേറ്ററി അല്ല എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. എന്തായാലും ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ട് ലോൺ ഫീ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് നൽകുകയും ചെയ്യും. അതാണ് ഡീലിൻ്റെ സാമ്പത്തികമായിട്ടുള്ള വശങ്ങൾ. ഏതായാലും ഡോണി വാൻ ഡി ബീക്കിനെ സംബന്ധിച്ചിടത്തോളം 26-കാരനായ താരം അയാക്സിൽ നിന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് എത്തിയിട്ട് വേണ്ടത്ര അദ്ദേഹം പ്രതീക്ഷിച്ച പോലുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2020-ലാണ് യുണൈറ്റഡിലേക്ക് വന്നത്. പിന്നെ അദ്ദേഹം എവേർട്ടണിൽ ലോണിൽ പോവുകയുണ്ടായി. ഏതായാലും ഇനി യുണൈറ്റഡിൽ നിന്ന് അദ്ദേഹം ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിലേക്ക് പോകുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.